ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജൂബിൻ തോമസ് രാജു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീട്ടിനടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന ദീർഘ ആഴ്ചകളായിട്ട് ഉപയോഗിക്കാതെ എന്നാൽ സർവീസൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ഉപയോഗിക്കാതിട്ടിരിക്കുന്ന ഒരു കാറിന് എന്നോട് ഒരു കഥ പറയാനുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനിടയായി. ആ കാറ് ഞാനും തമ്മിൽ അല്പസമയം മിണ്ടിയും പറഞ്ഞു നോക്കിയിരുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഒരു യന്ത്രത്തിന് എന്ത് സംസാരിക്കാനാണുള്ളത്? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ വിവിധ മാധ്യമങ്ങളുണ്ട്. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിൽ നിന്നും ഒരുപോലെ സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മോടുള്ള നല്ല ആലോചനകളെ പങ്കുവയ്ക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടുവാനൊക്കെ ദൈവത്തിന് വിവിധ വഴികളാണുള്ളത്. ആ കാർ എന്നോട് ചില കാര്യങ്ങൾ പങ്കുവച്ചു. ആ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ആ കാറ് വേഗത്തിൽ ഞാനത് തുറന്ന് അതിനകത്തേക്ക് കയറി. വളരെ ആഴ്ചകളായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ അകത്തെ ആ അന്തരീക്ഷം എന്നെ വല്ലാതെ അസഹ്യപ്പെടുത്തി. ഞാൻ അതിനകത്ത് കയറി ഡോറടയ്ക്കുമ്പോൾ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു ചെറിയ സ്മെൽ അതിനകത്തുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ കാറിന് ഏൽക്കുന്ന വെയിലിൻ്റെ ചൂട് അതിനകത്ത് തളം കെട്ടിയിട്ടുണ്ട്. ഒരു വല്ലാത്ത പൂപ്പൽ പോലെയുള്ള ചെറിയ ചെറിയ ഇടർച്ച വരുന്ന മണം എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. നമ്മൾ പറയും തലമെരുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. എന്നാൽ വേഗത്തിൽ എൻ്റെ അകത്തേക്കൊരു ചിന്ത വന്നു. എന്തുകൊണ്ട് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന് ആ ചൂടൊന്ന് മാറാൻ കാറ്റ് അതിൻ്റെ ഫാൻ ഒന്ന് ഓൺ ചെയ്തുകൂടാ? ഞാൻ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഫാൻ ഓൺ ചെയ്തു, AC ഓൺ ചെയ്തു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല സാഹചര്യങ്ങൾ. മുൻപുണ്ടായിരുന്നതിനേക്കാളും അധികം വേഗത്തിൽ ആ കാറ്റ് പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്ത മണവും ചൂടുമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഉപയോഗിക്കാതിട്ടിരിക്കുന്നതിൻ്റെ മുഴുവൻ എഫക്റ്റും ആ AC വെന്റിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, നിർത്തിയേക്കാം, മതി, പുറത്തിറങ്ങാം. പെട്ടെന്ന് എന്നോട് കാർ പറയുകയാണ്, കുറച്ചു നേരം ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പഴയ കഴിഞ്ഞ 3 ആഴ്ചകളിലെ അന്തരീക്ഷത്തെ മാറ്റാൻ തുടർമാനമുള്ള ഈ ചലനത്തിന് പറ്റും, ഈ പ്രവർത്തനത്തിന് കഴിയും. ശരിയായിരുന്നു. ഞാൻ ആ കാർ അങ്ങനെ തന്നെ ഓൺ ചെയ്തിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് AC ഓൺ ചെയ്തിടുമ്പോൾ ആദ്യത്തെ കഴിഞ്ഞ 3 ആഴ്ചകളിലെ മണവും ചൂടുമെല്ലാം ആ വാതിലിലൂടെ ആ ഗ്ലാസിലൂടെ പുറത്തേക്ക് തള്ളിപ്പോയി. മാത്രമല്ല, അടുത്ത അല്പസമയം കഴിഞ്ഞപ്പോൾ അതിൽ കയറി വന്ന കാറ്റിന് നല്ല തണുപ്പുണ്ട്, മണം മാറി, ദുർഗന്ധം മാറി, ഒരു നല്ല ഫ്രഷായ ഒരു അന്തരീക്ഷം അതിനകത്ത് തുറക്കാൻ തുടങ്ങി. ആദ്യത്തെ അന്തരീക്ഷത്തിൽ ഏത് പാസഞ്ചേഴ്സ് വന്നാലും, ആരെല്ലാം കൂടെ യാത്ര ചെയ്യാൻ സഹയാത്രികർ വന്നാലും അവർക്കെല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ അല്പസമയത്തെ ഈ ഒരു പ്രവർത്തനത്തിന് ശേഷം ഇനിയും ആരെല്ലാം അതിനകത്ത് സഹയാത്രികരായി വന്നാലും അവർ ആ അന്തരീക്ഷത്തിൽ സുഖമായി ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഥയിലൂടെ, ഈ ചിന്തയിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരു കാര്യമാണുള്ളത്. ഉപയോഗശൂന്യമായെന്ന് തോന്നുന്ന അളവിൽ ഇന്നലകളിൽ പ്രയോജനമില്ലാതെ, ഇന്നലകളിൽ മുറിവുകളേറ്റ് തകർച്ച അനുഭവിച്ച്, ശരിയായിരിക്കാം, സർവീസ് ചെയ്തെടുത്തൊരു കാറ് പോലെ മറ്റു പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാതെ, വലിയ ഓട്ടമോ വലിയ ബഹളമോ ഒന്നുമില്ലാതെ നിങ്ങൾ ഒരിടത്ത് നിങ്ങളായിട്ട് ഒതുങ്ങിക്കൂടുന്നവരായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അകന്നീറുകയല്ലേ, ഹൃദയം കലങ്ങുകയല്ലേ? ഞാൻ എന്താണ് ഇങ്ങനെ? എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത്? ഇല്ല, ഇനി ഞാൻ പുറത്തു വരത്തില്ല, ഇനി ഞാൻ ഒരിക്കലും ശരിയാകില്ല, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല, ഞാനിനി എന്ന് രക്ഷപ്പെടാനാണ്? എൻ്റെ ഭാവി എന്താണ്? എന്നിത്യാദി ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കുഴങ്ങുന്നവരായിരിക്കാം. ചേഞ്ച് യുവർ മോഡ്. നിങ്ങളുടെ മോഡൊന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ആ കാർ സ്റ്റാർട്ട് ചെയ്ത് അന്തരീക്ഷത്തെ മാറ്റിയതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒന്ന് തുറക്കാമോ? സമാധാനമില്ലാത്ത അന്തരീക്ഷത്തെ മാറ്റുവാൻ ദൈവസ്നേഹത്തിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തു തനിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ ആർക്കും തരാൻ കഴിയാത്ത, ആർക്കും കൈമാറാൻ കഴിയാത്ത വലിയ സമാധാനം, എടുത്തു കളയപ്പെട്ട സമാധാനം, എന്നാൽ
ഇന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സമാധാനം, ക്രിസ്തുയേശുവിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് കർത്താവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ആർക്കത് സ്വീകരിക്കാൻ തയ്യാറാണ്? പ്രാർത്ഥനയിൽ നിങ്ങൾ തുടർന്നാൽ, ദൈവവുമായുള്ള സാക്ഷാൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ പഴയ അന്തരീക്ഷങ്ങൾ മാറും. ഒരു മുറിക്കകത്തെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയുടെ അവസ്ഥ മാറ്റാൻ അല്പസമയം ജനൽ തുറന്നിട്ട് അതിലേക്ക് നല്ല വായു സഞ്ചാരം കൊടുത്താൽ ആ മുറിയുടെ അന്തരീക്ഷം മാറുന്നത് പോലെ, ഒരു കാറിൻ്റെ ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന ഒരു കാറിൻ്റെ അന്തരീക്ഷത്തെ മാറ്റാൻ അല്പസമയം അത് സ്റ്റാർട്ട് ചെയ്ത് അതിനെ ഒരു ഫ്രഷ് എയർ അതിലേക്ക് ആക്റ്റീവ് ആക്കുന്നത് പോലെ, ഇന്നലകളിൽ ഉടഞ്ഞുപോയ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹബന്ധത്തിൽ തുടർന്നാൽ പുതിയൊരു അന്തരീക്ഷം നിങ്ങളിൽ തുറക്കുവാനിടയാകും. പ്രാർത്ഥനയിൽ തുടർന്നാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് മാറ്റം ചിലപ്പോൾ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. കാരണം ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയമാണ് ഒരു പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരുക. അന്തരീക്ഷം ചേഞ്ച് ആകും. നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ മാറി നിൽക്കും. പഴയ അന്തരീക്ഷങ്ങളെ മാറ്റുവാനും പുതിയതിനെ തുറക്കുവാനും സമാധാനത്തിൽ നിറയുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇടയാക്കും. നിങ്ങൾക്ക് മാത്രമല്ല അപ്പോൾ ആശ്വാസമുണ്ടാകുന്നത്. ആ കാറിനകത്ത് ആരെല്ലാം സഞ്ചരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ വരുത്തി തീർക്കുന്ന, നിങ്ങൾ തുടരുന്ന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടി ആ അന്തരീക്ഷത്തിലേക്ക് ചേർത്ത് പിടിക്കും. കൂടെയുള്ളവരും ആ സമാധാനത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്ക് പറയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. നിങ്ങളുടെ ഇപ്പോഴുള്ള അന്തരീക്ഷങ്ങൾ എന്തുമാകട്ടെ, തീർച്ചയായിട്ടും അത് മാറുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ തുടരുക, ദൈവസ്നേഹത്തിൽ വളരുക. ക്രിസ്തുയേശുവിൽ സമാധാനത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ.